ആ മറ്റേ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഞാനത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ആ മറ്റേ ഒടുക്കത്തൊരു ചാട ചായ കുടിക്കാൻ വിളിച്ച പോലെ അവൻ വരൂല. കസേര നിൽക്കണ സ്ലോ മോഷൻ. മിണ്ടാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റൂല. മോന്തൊക്കെയാണ് ഒരു സുനാമി വരാൻ പോകുന്നത്. മോബാബു പിടിച്ചിടിച്ചാലേ നമുക്ക്. ഡേ ചുമ്മാ ഇരടേ, അല്ലത്തന്നെ 3 വാണിംഗ് കഴിഞ്ഞിരിക്കുക. നമുക്ക് ബുദ്ധിപരമായിട്ട് പറയാം. ദൈവമേ, വന്ന് കേറിയുള്ളൂ. ഈ കസേര തിരിപ്പുറപ്പേക്ക് അവന്മാര് സമ്മതിക്കത്തില്ലല്ലോ. എനിക്ക് ജാടല്ല, നീ പ്രാന്തന്മാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? മൂലനക്ഷത്രക്കാർക്ക് ഇപ്പൊ ശുക്രനാ. പിന്നെ അവൾക്കറിയോ നിനക്ക് ജോലി കിട്ടിയാലും. ആടാ, ഇന്റർവ്യൂ ഓൺലൈൻ ആണല്ലോ, അവൾ അറിഞ്ഞിട്ടില്ല. എന്നെ കാണാൻ ഇത് ജെട്ടും. ഞാൻ വിളിക്കാം, സമയമില്ല. ആ ശരി. ദൈവമേ, രാവിലെ ശുക്രൻ മൂലത്തിലാണല്ലോ. എന്ത് ചെയ്യും? സമയവും പോയി. ദൈവമേ, ഇന്നൊരു ദിവസത്തേക്ക് ഒന്ന് പിടിച്ചു നിർത്തണേ പ്ലീസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് സർ. ആസ് ഓൾവേസ് നിങ്ങളുടെയൊക്കെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടിലൂടെ കമ്പനി നഷ്ടത്തിലാണ് പോകുന്നത്. ഗുഡ് ജോബ്. അതെങ്ങനെ കണ്ട കൂത്താട്ട് കുളത്തിൽ നിന്നൊക്കെ പാസ്സാനെ കൊണ്ടുവന്ന പിന്നെ കമ്പനി നഷ്ടത്തിലാവാതിരിക്കുമോ? അത് പോട്ടെ. അമലേ, വാട്ട്സ് സ്റ്റാറ്റസ്? സാർ, അത് അളിയന്റെ പെങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിനുവേണ്ടി ഒരു സ്റ്റാറ്റസ് ഇടാം. ആ ഫോട്ടോയിൽ ഇടത്തുനിന്ന് രണ്ടാമത് നിൽക്കുന്ന യെല്ലോ ടീഷർട്ട് അതല്ലേ അളിയന്റെ പെങ്ങള്? യെല്ലോ ടീഷർട്ട് ആണ് അളിയന്റെ പെങ്ങളെ. ഓ, അതിന്റെ സൈഡിൽ മറ്റേ മുടിയൊക്കെയുള്ള പിങ്ക് കുർത്തി. അതാണ് എടാ പൊട്ടാ, നിന്റെ വർക്കിന്റെ സ്റ്റാറ്റസ് ആണോ ചോദിച്ചത്? വർക്ക് അത് ഏറെക്കുറെ തീരാറായി. മൊത്തം പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കും. പിന്നെ അവസാനത്തെ മിനിക്ക് മണി ആ ഫ്രണ്ട് പേജ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇവന്റെ കൊടുക്കുന്നത്. ആര് ഇവനെയാ? സാറിന് ഇഷ്ടപ്പെട്ടോ? എനിക്കറിയാം സാറിന് ഇഷ്ടപ്പെടും. സാറിന് വേറെ ഒരു കാര്യം അറിയാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജില് അതൊക്കെ പിള്ളേർക്ക് ചെയ്ത് കൊടുത്താരാ? ആരാ? ഞാനാ. അപ്പുറത്തെ ക്ലാസ്സിൽ എനിക്ക് എന്തോ ഫാൻസ് സാറിന് എല്ലാം അറിയോ? എടാ എനിക്കറിയാം. നന്നായിരിക്കുന്നു. അവന്റെ ആ മീറ്റിംഗിൽ എന്നെ കൊന്നു തിന്നാത്തത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഭാഗ്യം. ആ ഹിന്ദിക്കാരൻ സി ഇപ്പം മലയാളത്തിൽ തെറി വിളിച്ചു തുടങ്ങി. അതിലൊക്കെ ഡെത്തിൽ ഒഴിക്കേണ്ട അവസ്ഥയാണ്. ഇതിനൊക്കെ കൊണ്ട് ഞാൻ ഫ്രണ്ട് പേജ്. ഈ ഓഫീസിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാത്ത ഇംഗ്ലീഷ് ഒക്കെ. യെസ് കമിങ്. CBSE. ഓ, അതിന്റെ ചാട. വെൽക്കം ടു ഹെൽപ്ലെസ് സൊല്യൂഷൻസ്. ഫ്രീ ഹെൽപ്പ് സൊല്യൂഷൻസ്. പെണ്ണി വാ, എല്ലാവരും പരിചയപ്പെടാം. അതിന് മുന്നേ ഫസ്റ്റ് ഡേ അല്ലേ, ചെറിയൊരു ടാസ്ക് അങ്ങ് തരാം. നമ്മുടെ കമ്പനിയുടെ കഴിഞ്ഞ ഒരു 6 മാസത്തെ പെർഫോമൻസ് റിപ്പോർട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്തു. ഗ്രാഫും ചാർട്ടും എല്ലാം വെച്ച് മാക്സിമം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാം. എങ്ങനെ? ഓക്കെ. ഇവനെ വെച്ച് നിന്നെയൊക്കെ ഞാൻ ടെർമിനേറ്റ് ചെയ്ത് നോക്കിയോ? ഗോഷൽ പ്ലീസ് ഇരിക്കും. ഹലോ, ആ 2 മേലേക്ക് വിട്ടുണ്ട്. ഞാൻ നോക്കിയാൽ മതി. ആ ശരി. ബ്രോ അസ്നെ വന്നില്ലേ? ഹസ്നേനെ അറിയോ? അസ്നെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച. ഓ അത് ശരി. ഹസ്ന ഇന്നില്ല, ഹാഫ് ഡേ ആണ്. വന്നില്ലേ? പിന്നെ തന്നെ രാവിലെ കുളിച്ചൊരുങ്ങി വന്നേ. ഇങ്ങനെ ചോദിക്കും. എന്തിനാ ബ്രോ ഇത്ര ആത്മാർത്ഥത? ഫസ്റ്റ് ഡേ അല്ലേ, ചില്ലാവ്. അതെ, എന്താ ബ്രോ? ടോയ്ലറ്റ് ബ്രോ, അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, മുകളിൽ 2 ടോയ്ലറ്റ് ഉണ്ട്, പുറത്ത് വേറൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ശമ്പളം കുറവാണെങ്കിൽ കക്കൂസിലൊന്നും ഒരു കുറവില്ല. തമാശ പറഞ്ഞ ചിരിച്ചൂടെ നിനക്ക്? ചാടത്തിന്റെ ഫസ്റ്റ് ഡേ പോയി. ചായ കുടിക്കുമ്പോ ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ചായ കുടി അത് മസ്റ്റാ. എന്റെ പൊന്നു ബ്രോ, ഞാൻ ചായ കുടിക്കാറില്ല. ചായ കുടിക്കാറില്ലേ? നീ മലയാളി തന്നെ? തൽക്കാലത്ത് മലയാളിയല്ല. നിങ്ങൾ ചായ കുടിച്ചിട്ട് വാ, ഇന്ന് എനിക്ക് വർക്കുണ്ടെന്ന് ഇവിടെ. നമുക്ക് പോവാം. അതെ ബ്രോ, കുറച്ചങ്ങോട്ട് നീങ്ങൂ ബ്രോ. എടാ, ഇവൻ മറ്റേത് തന്നെ. ഏത്? CBSE. ചായ കുടി.
ആ മറ്റേണ്ട സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ആ ഞാനത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അവൻ ഒടുക്കത്തൊരു ചാട. ചായ കുടിക്കാൻ വിളിച്ച പോലെ അവൻ വരൂല. കസേര നിൽക്കണപ്പോ സ്ലോ മോഷൻ. മിണ്ടാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റൂല. പോന്തൊക്കെയാണ് ഒരു സുനാമി വരാൻ പോലത്തെ മോബാബു. പിടിച്ചിടിച്ചാലേ നമുക്ക്. ഡേ ചുമ്മാ ഇരടേ, അല്ലത്തന്നെ 3 വാണിംഗ് കഴിഞ്ഞിരിക്കുക. നമുക്ക് ബുദ്ധിപരമായിട്ട് വന്നു. ദൈവമേ, വന്ന് കയറിയുള്ളൂ. ഈ കസേര നിരിപ്പുറപ്പിക്കുമ്പോൾ സമ്മതിക്കത്തില്ലല്ലോ. എനിക്ക് ജാടയില്ല. നീ പ്രാന്തന്മാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? അരമണിക്കൂർ കൂടെ ഉള്ളൂ. ഒന്ന് ലഞ്ച് ബ്രേക്ക് ആയിരുന്നെങ്കിൽ ഒന്ന് ഇറക്കി വെക്കായിരുന്നു. ഹായ്, സർപ്രൈസ്. ഇന്റർവ്യൂ ഒക്കെ നേരത്തെ കഴിഞ്ഞു. ഇതെന്റെ ഫസ്റ്റ് ഡേ ആണ്. പോടാ, നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു ഞാൻ സർപ്രൈസ് ഒന്നും പോയില്ലേ? അല്ലോ, നിനക്ക് മാത്രം സർപ്രൈസ് അല്ല, എനിക്ക് ജന്മത്ത് ജോലി എടുത്തപ്പോൾ നിന്റെ ഡാഡിജി ഇല്ലേ, അങ്ങനെ കൂടെ വേണ്ടിയുള്ളതാ. ഇനി അങ്ങനെ എന്ത് പറയുന്നതാണ് നമ്മളെ കല്യാണം മുടക്കാൻ വേണ്ടി. അത്രയ്ക്ക് ധൈര്യമായി. ഞാനും തരുന്നുണ്ടൊരു സർപ്രൈസ്. എന്താ? ഒന്നുമില്ല. ഇവര് കമ്മിറ്റഡാ. നിന്റെ അല്ല, അവന്റെ. എന്റെ പെണ്ണിനെ അടിച്ച് ഇനി അവന്റെ ചാടകം കാണണം. നടക്കില്ല, രണ്ടിലൊന്നും അറിയണം. നിക്കവിടെ. അതെ, ഞങ്ങളെ സൈഡാക്കിയിട്ട് മെയിൻ ആവാനുള്ള പരിപാടിയാണെങ്കിൽ മോനെ, ആ കളി ഇന്നത്തോടെ നീ നിർത്തിക്കോ. എന്റെ പൊന്നേട്ടന്മാര് എന്ത് കളി വേണമെങ്കിലും കളിക്കാം. ഇപ്പൊ എമ്പൊക്കെയുള്ള സമയമില്ല. അവിടെ നിൽക്കാം. നീ രാവിലെ തൊട്ട് ഇറക്കിയ ഷോയ്ക്ക് ഒരു പണിഷ്മെന്റ് വേണം. അതെ, ഫസ്റ്റ് ഡേ അല്ലേ, നീ വലിയ പണിയൊന്നും എടുക്കണ്ട. ഒരു 10 പുഷപ്പ് എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. നീയൊക്കെ ഏതാടാ വന്നപ്പോ തുടങ്ങിയ മറ്റേ കുറച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് നീയൊക്കെ സീൻ കളിക്കുക. ഇതാണ് നിന്റെ ഇറങ്ങി പൊട്ടന്മാരെ. ഇതൊക്കെ എന്റെ തനി കുണം അറിയാവോ? എന്റെ കയ്യിൽ നിന്ന് പോയണ്ടല്ലോ ഇവിടെ മുല്ലപ്പനിയർ പൊട്ടും. നീയൊക്കെ മേളിക്കുന്ന മെഴുകണ്ടി വരും. മറ്റേ കുറപ്പ് വിട്ട് ഇറങ്ങിക്കോ പൊട്ടി. ഇവനിപ്പോ നമ്മളോട് എത്ര ചൂടാ നോക്കിയാ നീ. കക്കൂസ. ആ, ഇവിടെ പോകാനാണോ ഇവന് ഷോ കാണിച്ച്? അതിനല്ലേ എവിടെ കിടന്ന് മെഴുകിയത്. അതിതാണോ? കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള വലിയ വെടിനാല് ചെറിയ വെടിനാല്